നിന്റെ തലയിൽ എന്താടാ കളിമണ്ണാണോ എന്ന് നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മിക്കവാറും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് മിക്കവാറും പേർക്കും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. എനിക്കെന്തായാലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് യു പി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകരിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടുകാരിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ മാമൻ ആ കാലത്ത് എന്നെ വിളിച്ചിരുന്നത് മണ്ടന്മാരുടെ ക്ലാസ്സിലെ മണ്ടന്മാരുടെ നേതാവെന്നായിരുന്നു. കാരണം ഞാൻ പഠിക്കത്തുമില്ല, മറ്റ് എന്തെങ്കിലും ഒരു കഴിവോ ഒന്നും ഉണ്ടായിരുന്ന ഒരു കുട്ടിയേ അല്ലായിരുന്നു. പഠിക്കാൻ തീരെ താല്പര്യവും, വീട്ടിൽ വന്നാലും പഠിക്കത്തില്ല, ക്ലാസ്സിലും പോയാലും പ്രത്യേകിച്ച് അതിനോടൊരു വലിയ താല്പര്യം ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ചോദ്യം, നിന്റെ തലയിൽ എന്താടാ കളിമണ്ണാണോ എന്നുള്ള ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കണക്ക് ക്ലാസ്സുകളിലൊക്കെ ഈ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പല പ്രാവശ്യം പഠിപ്പിച്ചു കഴിയുമ്പോൾ അധ്യാപകർ കുട്ടികളോട് ചോദിക്കാറുണ്ട്. പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് അവനത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുട്ടിയുടെ കഴിവിനെ ഇകഴ്ത്താൻ വേണ്ടി തന്നെ അധ്യാപകരും ഈ ഡയലോഗ് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അധ്യാപകരൊക്കെ അങ്ങനെ പറയുമോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞുള്ളൂ. എന്തായാലും ആ ഒരു വിഷയത്തെ പറ്റിയാണ്, നമ്മുടെ തലയ്ക്കുള്ളിലെ ആ കളിമണ്ണ് എന്ന് പറയുന്ന വസ്തുവിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എനിക്ക് തോന്നുന്നത് ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട എല്ലാ മനുഷ്യരും തൻ്റെ തലയ്ക്കുള്ളിലെ ആ കളിമണ്ണിനെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പരുവപ്പെടുത്തി എടുത്ത മനുഷ്യരാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കളിമണ്ണിനെ പറ്റിയും എങ്ങനെയാണ് ആ കളിമണ്ണിനെ നമുക്ക് പരുവപ്പെടുത്താൻ പറ്റുന്നത് എന്നതിനെ പറ്റിയുമാണ് ഇന്ന് വെള്ളനാടൻ ഡയറി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കഥ പറയാം. ഡാനിയൽ കിഷ് എന്ന് പറയുന്ന അമേരിക്കക്കാരൻ്റെ കഥയാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് 59 വയസ്സുണ്ട്. അദ്ദേഹത്തിന് 1 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു ക്യാൻസർ ബാധിച്ചു. റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ക്യാൻസർ ബാധിക്കുകയും അദ്ദേഹത്തിൻ്റെ കണ്ണ് തന്നെ 2 കണ്ണുകളും നീക്കം ചെയ്യേണ്ടി വരികയും അങ്ങനെ അദ്ദേഹം പൂർണ്ണമായിട്ടും ബ്ലൈൻഡായി മാറുകയും ചെയ്തു. ഇന്ന് ഈ ഡാനിയൽ കിഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് എന്ന് മാത്രമല്ല, ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുള്ള ഒരു അന്ധനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണെന്ന് വെച്ചാൽ, എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കഴിവ് നമുക്ക് ഈ വവ്വാലുകളിലൊക്കെ കാണുന്ന വവ്വാലുകളൊക്കെ തടസ്സങ്ങളെയും മറ്റുമൊക്കെ തിരിച്ചറിയുന്നത് ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ആ ശബ്ദം തിരിച്ച് റിസീവ് ചെയ്ത് അതിനനുസരിച്ച് അതെന്താണ് തടസ്സം എന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിലാണ് വവ്വാലുകളുടെ ലോക്കോമോഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സാങ്കേതിക വിദ്യ അല്ലെ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന കഴിവ് മനുഷ്യനിലും പോസിബിൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ കഴിവ് അത് കുട്ടിക്കാലം മുതലേ തിരിച്ചറിഞ്ഞു. എന്ന് വെച്ചാൽ നാക്ക് കൊണ്ട് ടപ് ടപ് എന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കുകയും ആ സൗണ്ട് ഏതെങ്കിലും ഒരു വസ്തുവിൽ തട്ടി തിരിച്ച് പ്രതിഫലിച്ച് നമ്മുടെ ചെവിയിലെത്തുകയും അതിനെ നിർദ്ധാരണം ചെയ്ത് എത്ര ദൂരത്തിലാണ്, എത്ര ആഴത്തിലാണ്, അല്ലെങ്കിൽ എത്ര വ്യാപ്തിയിലാണ് ആ തടസ്സമുള്ളത്, അത് എങ്ങനെ എന്ത് രൂപമാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു അന്ധനായ ഒരു മനുഷ്യൻ മാറുകയും ആ കഴിവ് ഉപയോഗിച്ച് ഇപ്പോൾ അദ്ദേഹം സൈക്കിൾ ചവിട്ടുന്നു, മൗണ്ടനിയറിങ്ങിന് പോകുന്നു, ട്രക്കിങ്ങിന് പോകുന്നു, ബൈക്ക് ഓടിക്കുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് ഈ കഴിവ് പകർന്നു കൊടുക്കാനുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡാനിയൽ കിഷ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ കിട്ടും. ഡാനിയൽ കിഷിന് ഈ ഒരു കഴിവ്, അതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും മറ്റു മനുഷ്യർക്കെങ്ങും ഇല്ലാത്ത ഈ ഒരു കഴിവ് ഈ അന്ധനായിട്ടുള്ള ഡാനിയൽ കിഷിന് എങ്ങനെയാണ് അത് സാധ്യമായത് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും മനുഷ്യൻ്റെ തലച്ചോറ് കണ്ടിട്ടുണ്ടോ? കുറേ പേരെങ്കിലും മെഡിക്കൽ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, തൊട്ട് നോക്കിയിട്ടും ഉണ്ടാവും. തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അതൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഒരു ജെല്ലി പോലത്തെ ഒരു സംഗതിയാണ് എന്നൊക്കെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ഫോർമാലിനൊക്കെ ഇട്ട് വരുന്ന തലച്ചോറ് കുറച്ചുകൂടി ഹാർഡായിട്ടിരിക്കും. ജെല്ലിയും അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഹാർഡായിട്ടായിരിക്കും തോന്നുന്നത്. നമുക്ക് ഈ മസിലിലൊക്കെ തൊട്ട് നോക്കുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും
ഈ എക്സിബിഷനിലൊക്കെ കൊണ്ടുവരുന്ന തലച്ചോറിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും ജീവനോടുള്ള മനുഷ്യൻ്റെ തലച്ചോറ് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളവർ അപൂർവമാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് പോലും, ഇപ്പോൾ MBBS പഠിച്ചിട്ടുള്ളവർ പോലും ജീവനുള്ള തലച്ചോറ് നേരിട്ട് കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഇത് ശരിക്കും ഈ നമ്മൾ ഈ പടത്തിലോ മറ്റോ അല്ലെങ്കിൽ എക്സിബിഷനിലൊക്കെ കാണുന്നതിനെക്കാട്ടിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ കളിമണ്ണിൻ്റെ തന്നെ കൺസിസ്റ്റൻസിയുള്ള ഒരു വസ്തുവാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. ജീവനോടെ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും അതൊരു കളിമണ്ണാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. ആ കളിമണ്ണിനെ പറ്റി തന്നെയാണ് നമ്മുടെ തലയ്ക്കുള്ളിലെ ജീവനുള്ള, രക്തയോട്ടമുള്ള, ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധ്യതയുള്ള, കഴിവുള്ള ആ കളിമണ്ണിനെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ കളിമണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കഴിവുള്ള ഒരു കുശവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് രൂപത്തിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഒരു കഴിവ് നമ്മുടെ തലച്ചോറിനുണ്ട്. നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അതിനെ രൂപപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിക്കും. ഈ ഏത് രൂപത്തിലേക്ക് മാറ്റാൻ കഴിവുള്ള വസ്തു ആയതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളെയൊക്കെ പ്ലാസ്റ്റിക് എന്ന പേര് വിളിക്കുന്നത്. ആ ഒരു സംഗതി, ആ ഒരു പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഗതി നമ്മുടെ തലച്ചോറിനുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കളിമണ്ണ് നമ്മളൊരു വസ്തു നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള ഒരു വസ്തുവാക്കി മാറ്റാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ തലച്ചോറിന് അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സ്വഭാവം ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഡാനിയൽ കൃഷ്ണ പോലെ അപൂർവം ചില മനുഷ്യർക്ക് മാത്രമുള്ള ഒരു കഴിവൊന്നുമല്ല. നമുക്കെല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിൽ ഈ സംഗതി നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം ക്ലച്ച് എവിടെ, ബ്രേക്ക് എവിടെ, ആക്സിലറേറ്റർ എവിടെ, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് എങ്ങനെ പിടിക്കണം എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എല്ലാ കാര്യങ്ങളും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോന്നായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെപ്പറ്റി ചിന്തിച്ച് ഈ ക്ലച്ചും ബ്രേക്കും ഒക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് ചവിട്ടാൻ പറ്റുള്ളൂ. ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു 1 വീക്കെങ്കിലും ഡ്രൈവിംഗ് പഠിക്കുന്നത്. പക്ഷേ കുറച്ച് നാൾ അത് റെഗുലറായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും നമ്മൾ അറിയുക പോലും ഇല്ലാത്ത രീതിയിൽ, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് ഇത് മാറും. ഇതൊരു റിഫ്ലക്സ് ആക്ഷൻ പോലെ മാറും. ഇതെങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നിരന്തരം നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനനുസരിച്ച് ഉള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. ഏത് കാര്യത്തിലാണെങ്കിലും, ഡ്രൈവിംഗ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളൂ. മറ്റ് ഏതൊരു കാര്യമാണെങ്കിലും, ഇപ്പോൾ സംഗീതം പഠിക്കാൻ പോകുന്നവർ നിരന്തരം സാധകം ചെയ്യുന്നുണ്ട്. യേശുദാസൊക്കെ 80 വയസ്സിൽ പോലും എല്ലാ ദിവസവും സാധകം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തിനാണ് അവരത് ചെയ്യുന്നത്? അവരുടെ ആ ഒരു പ്രത്യേക ന്യൂറോൺസിനെ അവരെപ്പോഴും ആ ഒരു നെറ്റ്വർക്കിനകത്ത് ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഉൽപാദനക്ഷമമായിട്ടോ കാര്യക്ഷമമായിട്ടോ നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കഴിവിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാഷ പഠിക്കുന്നതാണെങ്കിൽ, പുതിയൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്കിപ്പോൾ മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഇനി വേണമെങ്കിൽ ഫ്രഞ്ച്, നാളെ തൊട്ട് ഫ്രഞ്ച് പഠിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് ഫ്രഞ്ച് വാക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അപരിചിതമായിട്ട് തോന്നും. പക്ഷെ 1 മാസം ഒരു ഫ്രഞ്ച് ക്ലാസ്സിന് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതെല്ലാം എത്രയോ കാലമായിട്ട് സുപരിചിതമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് അനുഭവപ്പെടും. അതെന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക ഭാഷ പഠിക്കാനുള്ള നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേക ഭാഗത്തുള്ള അത് കുറച്ച് ആ ന്യൂറോൺസിൻ്റെ നെറ്റ്വർക്ക് കൂടുതൽ ഒരു കാര്യക്ഷമമായിട്ട് മാറി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നെറ്റ്വർക്ക് കാര്യക്ഷമമാകുന്ന വെച്ചാൽ പുതിയ ന്യൂറോൺസിനെ പറ്റി ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ് ഇത് പറയുന്നത്. ന്യൂറോൺസ് എല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിലുള്ള കണക്ഷൻ, സിനാപ്സ് എന്ന് പറയുന്ന കണക്ഷൻസ് വഴിയാണ്. അപ്പോൾ പുതിയൊരു കാര്യം പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പുതിയ സിനാപ്സുകൾ അവിടെ ഉണ്ടാവും. പുതിയ സിനാപ്സുകൾ ഉണ്ടാവും. ആവശ്യമില്ലാത്ത സിനാപ്സുകൾ നേരത്തെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ ദുർബലമാവും. പുതിയ സിനാപ്സുകൾ ഉണ്ടാവുകയും ആവശ്യമുള്ള സിനാപ്സുകൾ, ഈ കാര്യത്തിന് നമുക്ക് ആവശ്യമുള്ള സിനാപ്സുകൾ, ഉപയോഗിക്കാതിരുന്ന സിനാപ്സുകൾ കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. പിന്നെ മാത്രമല്ല, ഈ ഒരുപാട് ഉപയോഗിക്കുന്ന ന്യൂറോൺസിനെ ചുറ്റും അതിൻ്റെ ഈ സിഗ്നൽസ് പോകുന്ന വേഗതയൊക്കെ നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരും. നേരത്തെ ഉണ്ടായിരുന്ന അത്രയും പോരാ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ന്യൂറോൺസിന് ചുറ്റും മൈലിൻ ഷീത്തുകളുണ്ട്, മൈലിൻ കോശങ്ങളുണ്ട്, അതുകൊണ്ടുണ്ടാക്കുന്ന ഷീത്തുകളുണ്ട്. ഈ പുതുതായിട്ട് മൈലിൻ ഫോർമേഷൻ നടക്കും. ഇതൊക്കെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ സംഭവിക്കുന്നത്. രണ്ടു തരം ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ട്. ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റിയും ഉണ്ട്, സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റിയും ഉണ്ട്. ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള തലച്ചോറിൻ്റെ ഒരു ഭാഗം ഉണ്ടാവും. ആ ഭാഗമാണ് ആ ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം ഡാനിയൽ ഹിഷിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഓക്സിപിറ്റൽ ലോബാണ്. തലച്ചോറിൻ്റെ പുറകിലാണ് ഓക്സിപിറ്റൽ ലോബ്. ഈ ഓക്സിപിറ്റൽ ലോബാണ് കാഴ്ച എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുന്നത്. ഇപ്പോൾ ഡാനിയൽ ഹിഷിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഓക്സിപിറ്റൽ ലോബ് കൊണ്ട് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ വിഷ്വൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഓക്സിപിറ്റൽ ലോബിൻ്റെ ആ പ്രത്യേക ഭാഗം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗമില്ല. കാരണം കാഴ്ച എന്ന് പറയുന്ന അനുഭവം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പോൾ ആ കോർട്ടക്സ് എന്ത് ചെയ്യണം? അപ്പം അവിടെയാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു സംഗതി വർക്കാവുകയും അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കോർട്ടക്സ്, വിഷ്വൽ കോർട്ടക്സ് കാഴ്ചയ്ക്ക് പകരം ശബ്ദത്തെ വിശകലനം ചെയ്യുന്ന പ്രത്യേക കഴിവുള്ള ഭാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇത് ഫങ്ഷണൽ MRI വെച്ചിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫങ്ഷൻ, ഒരു തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു പ്രത്യേക ഫങ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫങ്ഷൻ മാറിയിട്ട് മറ്റൊരു ഫങ്ഷനിലേക്ക് അതിനെ കൺവെർട്ട് ചെയ്യുന്നു. അതിനെയാണ് ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി. സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ ഘടന, തലച്ചോറിൻ്റെ ഘടനയിൽ മാറ്റം വരും. ഇപ്പോൾ ചില പ്രത്യേക ഭാഗങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ജിമ്മിൽ പോയിട്ട് മസിൽ പെരുകാൻ വേണ്ടി ഡമ്പലൊക്കെ എടുക്കത്തില്ല. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആ മസിൽ പെരുകി വരുന്നത് പോലെ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്തിൻ്റെ വലിപ്പം കൂടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്നത്, ഈ ലണ്ടനിലെ ടാക്സി ഡ്രൈവർമാരുടെ തലച്ചോറിനെ പറ്റി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ലണ്ടനിലെ ടാക്സി ഡ്രൈവർമാർക്ക് ഈ GPS ഒക്കെ വരുന്നതിന് മുമ്പാണ് അവിടെയുള്ള 25,000-ലധികം റൂട്ടുകളും സിഗ്നലുകളും അവരുടെ ലാൻഡ് മാർക്കുകളും ഒക്കെ ഓർത്ത് വയ്ക്കണമായിരുന്നു, കാണാതെ ഓർത്ത് വയ്ക്കണമായിരുന്നു. അപ്പം ഈ കുറേ നാൾ ടാക്സി ഡ്രൈവർമാരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ പറ്റി ഒരു പഠനം 2000-ൽ ഒരു ശാസ്ത്രജ്ഞ നടത്തിയ, എഡ്വിൻ മാനുവർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞ നടത്തിയ ഒരു ഫങ്ഷണൽ MRI റിപ്പോർട്ട് അനുസരിച്ച് അവർ ഈ ടാക്സി ഡ്രൈവർമാരുടെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ വലിപ്പം വളരെ കൂടുതലാണ്. ഹിപ്പോ ക്യാമ്പസ് ആണ് നമ്മുടെ ഓർമ്മകളെയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഇത്രയും ഡാറ്റ ലണ്ടനിലെ ഈ ഇട റോഡുകളെ പറ്റിയൊക്കെ ഉള്ള ഇത്രയും ഡാറ്റ സൂക്ഷിക്കുന്ന ഈ ടാക്സി ഡ്രൈവർമാരുടെ തലച്ചോറിന്റെ ഹിപ്പോ ക്യാമ്പസിന്റെ വലിപ്പം കുറച്ച് കൂടുതലായിരുന്നു എന്നാണ് ഈ പഠനം. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഈ സംഗീതജ്ഞന്മാരുടെ തലച്ചോറിനെ പറ്റിയും ഇതുപോലെ ഈ അതിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ പറ്റി പഠനം നടന്നിട്ടുണ്ട്. സംഗീതജ്ഞന്മാരിൽ തന്നെ ഇപ്പോൾ AR റഹ്മാന്റെ തലച്ചോറും യേശുദാസിന്റെ തലച്ചോറും ഫങ്ഷണൽ MRI നടത്തി നോക്കി കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ഭാഗങ്ങളിലായിരിക്കും അവരുടെ ആ ഒരു കഴിവ് തെളിഞ്ഞു കാണാൻ പറ്റുന്നത്. കാരണം ഒരാൾ ഒരു കമ്പോസറും മറ്റൊരാൾ ഒരു ഗായകനുമാണ്. അപ്പോൾ കമ്പോസർമാരുടെ തലച്ചോറിന്റെ പ്ലാസ്റ്റിസിറ്റിയും മറ്റൊരാളിൻ്റെ തലച്ചോറിൻ്റെ പ്ലാസ്റ്റിസിറ്റിയും രണ്ട് രീതിയിലാണ്. അതാണ് സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി. സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി പറയാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. ആദ്യം പറഞ്ഞത് ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഗതിയാണ്. നിങ്ങൾ ഈ സ്ട്രോക്ക് വന്ന രോഗികളെയോ അല്ലെങ്കിൽ തലച്ചോറിലെ ഒരു ട്യൂമറോ മറ്റെന്തെങ്കിലും പരിക്കോ ഒക്കെ പറ്റി സർജറിയൊക്കെ കഴിഞ്ഞ ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമൊക്കെ അവർ വളരെ മോശം ഒരു അവസ്ഥയിലായിരിക്കും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ കഴിവുകളൊക്കെ തിരിച്ച് കൊണ്ടുവരുന്നത് കാണാം. അപ്പം എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഉത്തരം ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയാം. 37-ാമത്തെ വയസ്സിൽ സ്ട്രോക്ക് വന്ന ഒരു മനുഷ്യനാണ് ജിൽ ബോൾ ടൈലർ എന്ന് പറയുന്ന ഒരു ന്യൂറോ സയന്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ സ്ട്രോക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഒരു ശരീരത്തിന്റെ പകുതി തളർന്നു പോയി. ഭാഷ കൈകാര്യം ചെയ്യാനുള്ള, മനസ്സിലാക്കാനുള്ള, എഴുതാനുള്ള, വായിക്കാനുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു പോവുകയും തൻ്റെ ലൈഫ് തന്നെ അവിടെ തീർന്നു എന്ന് വിചാരിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ നിരന്തരമായ പരിശീലനത്തിലൂടെ, ഫിസിയോതെറാപ്പിയിലൂടെയും മറ്റ് റീഹാബിലിറ്റേഷൻ പരിപാടികളിലൂടെയൊക്കെ കടന്നുപോയി 7-8 വർഷം കൊണ്ട് അദ്ദേഹം അതിൻ്റെ നഷ്ടപ്പെട്ട കഴിവുകളുടെ ഒരു വലിയൊരു ശതമാനം തിരിച്ചു പിടിക്കുകയും
അത് അദ്ദേഹം പിന്നീട് ഒരു പുസ്തകമാക്കി എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മൈ സ്ട്രോക്ക് ഇൻസൈറ്റ് എന്ന പേരിൽ അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ട്രോക്ക് പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ ഈ പറഞ്ഞ സംഗതി നമ്മൾ പലരെയും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില രോഗികൾ, ഇപ്പോൾ തലച്ചോറിൽ ട്യൂമർ വന്ന ചില രോഗികൾ, തലച്ചോറിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിലൊക്കെ ട്യൂമറൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം കൈകാര്യം ചെയ്യുന്ന കഴിവുകൾ നഷ്ടപ്പെട്ടു പോകാം. ഇപ്പോൾ ഭാഷ മനസ്സിലാക്കാൻ, സംസാരശേഷിയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗത്തെ ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ, ബ്രോക്കാസ് ഏരിയ അല്ലെങ്കിൽ വെർണിക്കസ് ഏരിയ എന്നൊക്കെ പറയുന്ന ഭാഗത്തെ ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറയും സർജറി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷെ സർജറി കഴിഞ്ഞാലും ചില മനുഷ്യരിൽ ഈ കഴിവുകളൊക്കെ വളരെ പ്രിസർവ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ്റെയൊക്കെ ഫങ്ഷണൽ MRI സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കാണാം ഇവരുടെ ഈ പർട്ടിക്കുലർ കഴിവിനുള്ള ഈ ഭാഗം അവിടെ നിന്ന് മാറി തലച്ചോറിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ മറ്റ് സൈഡിലേക്ക്, ഇപ്പോൾ ഇടത് ഭാഗമാണ് ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്, ചിലരിൽ അത് വലതുവശത്തേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഒരു വശമാണ്. ഇതിനെ നമ്മൾ കോർട്ടിക്കൽ റീഓർഗനൈസേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ തലച്ചോറിൻ്റെ കോർട്ടക്സിൻ്റെ ഒരു ഫംഗ്ഷനായിരുന്നു, ഇടത് തലച്ചോറിൻ്റെ കോർട്ടക്സിൻ്റെ ഒരു ഫംഗ്ഷനായിരുന്നു അത് വലത് തലച്ചോറിലേക്ക് റീഓർഗനൈസ് ചെയ്ത് കൊടുത്തു. കാരണം അവിടെ തലച്ചോറിൻ്റെ ആ പ്രത്യേക ഭാഗത്ത് ന്യൂറോൺസിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ട്യൂമർ കാരണം. ഇനി ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. ഈ കുട്ടികളിലെ വീഡിയോ ഗെയിം നമ്മൾ പലപ്പോഴും അത് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. കുട്ടികൾ കൂടുതലായിട്ട് സമയം അതിൻ്റെ പുറകെ ചെലവഴിക്കുമ്പോൾ അത് ഒരു മോശം കാര്യം തന്നെയാണ്. നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വത്തെ തന്നെ വ്യക്തിത്വ വികാസത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഈ വീഡിയോ ഗെയിം കളിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് പലപ്പോഴും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും ഈ റാപ്പിഡ് ആയിട്ടുള്ള കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ വേണ്ടി വരുന്ന വീഡിയോ ഗെയിമുകൾ കളിക്കുന്നത്, കുറച്ച് നേരത്തേക്കെങ്കിലും കളിക്കുന്നത് അവരുടെ ഈ വിഷ്വൽ അറ്റൻഷൻ കൂട്ടും, ഹാൻഡ് ഐ കോർഡിനേഷൻ കൂട്ടും, പിന്നെ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട സംഗതികളാണ്. പലപ്പോഴും ഈ വീഡിയോ ഗെയിമുകളിൽ പെട്ടെന്നാണല്ലോ കാര്യങ്ങൾ മാറുകയും അതിനനുസരിച്ച് തീരുമാനം എടുത്ത് നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഗെയിമുകൾ കളിക്കുന്ന കുട്ടികളിൽ ഈ പറയുന്ന റിഫ്ലക്സ് ആയിട്ട് പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവുകൾ, പിന്നീട് അവർ ഏതെങ്കിലും ഒരു ക്രൈസിസ് സിറ്റുവേഷനിലൊക്കെ പെടുമ്പോൾ അത് പെട്ടെന്ന് അതിനനുസരിച്ച് തീരുമാനമെടുത്ത് ബിഹേവ് ചെയ്യുന്ന കഴിവ് കൂടുതലായിരിക്കും എന്നുള്ളത്. മാത്രമല്ല അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ കൂടുതലായിരിക്കും, വിഷ്വൽ അറ്റൻഷൻ കൂടുതലായിരിക്കും എന്നൊക്കെ ഉള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു അഡിക്ഷനായിട്ട് മാറാത്ത രീതിയിൽ കുട്ടികളെ ചെറിയ ചെറിയ വീഡിയോ ഗെയിമുകളൊക്കെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന തലയ്ക്കുള്ളിലെ കളിമണ്ണിൻ്റെ ചില ഗുണങ്ങൾ നമുക്ക് അടർത്തിയെടുക്കാൻ സാധിച്ചേക്കും. അതും ഒരു സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റിയുടെ ഒരു ഉദാഹരണമാണ്. കുട്ടികളുടെ തലച്ചോറാണ് ശരിക്കുമുള്ള ക്വാളിറ്റി ഉള്ള കളിമണ്ണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഗതി. കാരണം ആ കളിമണ്ണ് നമുക്ക് ഏത് രൂപത്തിലോ ഏത് ഭാവത്തിലോ നമുക്ക് എന്താണോ ആവശ്യം എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഓരോ കുട്ടികൾക്കും നൈസർഗികമായിട്ടുള്ള ചില കഴിവുകൾ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കഴിവ് കണ്ടെത്തി ആ മേഖലയിൽ അവരെ കൂടുതൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ മേഖലയിൽ വളരെ വലിയ രീതിയിൽ ശോഭിക്കും. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ചും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതിന് പകരം കുട്ടികളുടെ ടാലന്റ് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കളിമണ്ണാകുന്ന തലച്ചോറ് കുറച്ച് കൂടുതലായിട്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കഴിവ് യൂസ് ചെയ്ത് അതിനനുസരിച്ച് വലിയ പ്രതിഭകളും ചിലപ്പോൾ മഹാപ്രതിഭകളും ഒക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ തലയിലെ കളിമണ്ണിനെ പറ്റി പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വീഡിയോ തുടങ്ങിയത്. അപ്പോൾ അതിൽ തന്നെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ആദ്യം പറഞ്ഞ പോലെ ഈ UP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ തലയിൽ ശരിക്കും കളിമണ്ണ് തന്നെ ആയിരുന്നു. പക്ഷെ അത് ഞാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്നുള്ളത് മാത്രം. പിന്നീട് ഞാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും ഒക്കെ
പിന്നീട് ഞാൻ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീടാണ് എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ തോന്നുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ഒരു 8ാം ക്ലാസ് മുതലാണ് ഞാൻ പഠിത്തം എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് എൻ്റെ തലച്ചോറിന് കൊടുത്തു തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ തലച്ചോറ് അതിനനുസരിച്ച് അതിൻ്റെ ന്യൂറൽ നെറ്റ്വർക്കുകൾ റീവയർ ചെയ്യുകയും അങ്ങനെയാണ് എനിക്ക് പഠിക്കാനുള്ള ഒരു കഴിവൊക്കെ വന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നേരത്തെ തന്നെ ചിലപ്പോൾ അത് അവിടെ ഉണ്ടായിരിക്കും, കുറച്ച് കഴിവൊക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ എഴുതാനുള്ള എന്തെങ്കിലും ഒരു കഴിവ് ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും പണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് യാതൊരു ധാരണയുമില്ല, അങ്ങനെ വിചാരിക്കുന്നുമില്ല. പക്ഷേ ഞാൻ പർപ്പസ്ഫുള്ളി എഴുതി ഒരു എഴുത്തുകാരനാവാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് പല പല കാലഘട്ടങ്ങളിൽ. അങ്ങനെ എഴുതി എൻ്റെ തലച്ചോറിനെ പരിശീലിപ്പിച്ചാണ് ഞാൻ കുറച്ചെങ്കിലുമൊക്കെ ഈ കഥകളൊക്കെ എഴുതാൻ പരിശീലിച്ചത്. എൻ്റെ തലച്ചോറിൻ്റെ ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കഴിവിനെ ഞാൻ ആ രീതിയിൽ റീവയർ ചെയ്ത് അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ഒരു മോട്ടോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഗതിയാണ് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. നിങ്ങളത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ ഇത് കുട്ടികളുടെ കാര്യം മാത്രമല്ല, കുട്ടികളുടെ തലച്ചോറ് കുറച്ചുകൂടി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മുതിർന്നവർക്കും ഇതൊക്കെ തന്നെ സാധിക്കും. നമ്മൾ ഓരോ പ്രായത്തിൽ നമ്മൾ വെറുതെ ഐഡിയലായിട്ടിരിക്കാതെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ. നമുക്ക് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ പുതിയ കാര്യങ്ങൾ, പുതിയ ഭാഷ പഠിക്കാനോ പുതിയ സംഗീതോപകരണങ്ങൾ ഒക്കെ പറ്റി പഠിക്കാനോ പല കാര്യങ്ങൾക്കും ഇന്ന് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ തന്നെ തലച്ചോറിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് സ്വഭാവത്തെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനെല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ബൈ.